കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 539. സൂറത്തു യൂസുഫ് ആയത്തുകൾ 30 മുതൽ 49 വരെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال نسوة في المدينة امرأة العزيز تراود فتاها عن نفسه قد شغفها حبا إنا لنراها في ضلال مبين فلما سمعت بمكرهن أرسلت إليهن وأعتدت لهن متكأ وآتت كل واحدة منهن سكينا وقالت اخرج عليهن فلما رأينه أكبرنه وقطعن أيديهن وقلن حاش لله ما هذا بشرا إن هذا إلا ملك كريم قالت فذلكن الذي لمتنني فيه ولقد راودته عن نفسه فاستعصم ولئن لم يفعل ما آمره ليسجنن وليكون من الصاغرين قال رب السجن أحب إلي مما يدعونني إليه وإلا تصرف عني كيدهن أصب إليهن وأكن من الجاهلين فاستجاب له ربه فصرف عنه كيدهن إنه هو السميع العليم ثم بدا لهم من بعد ما رأوا الآيات ليسجننه حتى حين ودخل معه السجن فتيان قال أحدهما إني أراني أعصر خمرا وقال الآخر إني أراني أحمل فوق رأسي خبزا تأكل الطير منه نبئنا بتأويله إنا نراك من المحسنين قال لا يأتيكما طعام ترزقانه إلا نبأتكما بتأويله قبل أن يأتيكما ذلكما مما علمني ربي إني تركت ملة قوم لا يؤمنون بالله وهم بالآخرة هم كافرون واتبعت ملة آبائي إبراهيم وإسحاق ويعقوب ما كان لنا أن نشرك بالله من شيء ذلك من فضل الله علينا وعلى الناس ولكن أكثر الناس لا يشكرون يا صاحبي السجن أأرباب متفرقون خير أم الله الواحد القهار ما تعبدون من دونه إلا أسماء سميتموها أنتم وآباؤكم ما أنزل
أنزل الله بها من سلطان إن الحكم إلا لله أمر ألا تعبدوا إلا إياه ذلك الدين القيم ولكن أكثر الناس لا يعلمون يا صاحبي السجن أما أحدكما فيسقي ربه خمرا وأما الآخر فيصلب فتأكل الطير من رأسه قضي الأمر الذي فيه تستفتيان وقال للذي ظن أنه ناج منهما اذكرني عند ربك فأنساه الشيطان ذكر ربه فلبث في السجن بضع سنين وقال الملك إني أرى 7 بقرات سمان يأكلهن 7 عجاف و7 سنبلات خضر وأخر يابسات يا أيها الملأ أفتوني في رؤياي إن كنتم للرؤيا تعبرون قالوا أضغاث أحلام وما نحن بتأويل الأحلام بعالمين وقال الذي نجا منهما وادكر بعد أمة أنا أنبئكم بتأويله فأرسلون يوسف أيها الصديق أفتنا في 7 بقرات سمان يأكلهن 7 عجاف و7 سنبلات خضر وأخر يابسات لعلي أرجع إلى الناس لعلهم يعلمون قال تزرعون 7 سنين دأبا فما حصدتم فذروه في سنبله إلا قليلا مما تأكلون ثم يأتي من بعد ذلك 7 شداد يأكلن ما قدمتم لهن إلا قليلا مما تحصنون ثم يأتي من بعد ذلك عام فيه يغاث الناس وفيه يعصرون. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 540 സൂറത്തു യൂസുഫ് ആയത്ത് 30 പേജ് 829. وقال نسوة في المدينة امرأة العزيز تراود فتاها عن نفسه. പട്ടണത്തിലെ ചില പെണ്ണുങ്ങൾ പറഞ്ഞു, അസീസിന്റെ ഭാര്യ അവളുടെ ബാല്യക്കാരനെ അയാളുടെ ഇഷ്ടത്തിനെതിരായി പാട്ടിലാക്കാൻ ശ്രമിക്കുന്നു. ഖദ് ശഗഫഹാ ഹുബ്ബഹ്, അദ്ദേഹത്തോടുള്ള പ്രേമം അവളുടെ ഹൃദയത്തെ കവർന്നിരിക്കുന്നു. ഇന്നാ ലനറാഹാ ഫീ ളലാലിൻ മുബീൻ, തീർച്ചയായും അവൾ സ്പഷ്ടമായ പിഴവിൽപ്പെട്ടതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. അസീസ് എന്നത് മിസൂറിലെ മന്ത്രിയുടെ സ്ഥാനപ്പേരായിരുന്നു. ഫതാ ബാല്യക്കാരൻ, യുവാവ് എന്നത് അടിമക്കും വൃദ്ധനും ആദരസൂചകമായി പറയുന്ന പദമാണ്. ആയത്ത് 31. ഫലമ്മാ സമിഅത് ബിമക്രിഹിന്ന, അങ്ങനെ പെണ്ണുങ്ങളുടെ തന്ത്രത്തെപ്പറ്റി അവൾ കേട്ടപ്പോൾ, ഇങ്ങനെ പറഞ്ഞു പരത്തിയാൽ ആ സുന്ദരനായ യുവാവിനെ തങ്ങൾക്കും കാണാൻ അവസരമുണ്ടാകും എന്ന് ആ പെണ്ണുങ്ങൾ കണക്കുകൂട്ടി. അതായിരിക്കാം തന്ത്രമെന്ന് പറഞ്ഞത്. അർസലത്ത് ഇലൈഹിന്ന, പെണ്ണുങ്ങളുടെ അടുക്കലേക്ക് അവൾ ആളെ അയച്ചു. വഅഅ്തദത് ലഹുന്ന മുത്തകഅ, അവർക്ക് ചാരിയിരിക്കാവുന്ന ഇരിപ്പിടങ്ങൾ അവൾ ഒരുക്കുകയും ചെയ്തു. പേജ് 830. വആതത് കുല്ല വാഹിദത്തിൻ മിൻഹുന്ന സിക്കീന,
പെണ്ണുങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ കത്തി അവൾ കൊടുക്കുകയും ചെയ്തു. പഴങ്ങളും മാംസവുമൊക്കെ മുറിച്ചു തിന്നാൻ വേണ്ടിയുള്ള കത്തി. വഖാലത് യഖ്റുജ് അലൈഹിന്ന, അവൾ പറഞ്ഞു ആ പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് നീ പുറപ്പെടുക. ഫലമ്മാ റഅയ്നഹു അക്ബർന, അങ്ങനെ ആ പെണ്ണുങ്ങൾ യൂസുഫിനെ കണ്ടപ്പോൾ അവർ മഹാവിസ്മയത്തിലായി. വഖത്തഅന ഐദിയഹുന്ന, അവർ അവരുടെ തന്നെ കൈകൾ മുറിക്കുകയും ചെയ്തു. വഖുൽന ഹാശ ലില്ലാഹ്, അവർ പറയുകയും ചെയ്തു അല്ലാഹു എത്ര പരിശുദ്ധൻ, മാ ഹാദാ ബശറ, ഇതൊരു മനുഷ്യനല്ല, ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം, ആദരണീയനായ ഒരു മലക്ക് തന്നെയാണിത്. അരമനയിൽ നടന്ന രഹസ്യം ഇതര കുബേര ഗൃഹങ്ങളിലും എത്തിയപ്പോൾ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ ആ സ്ത്രീകളെയൊക്കെ വിളിച്ചു വരുത്തി യൂസുഫിനെ കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ആരുടെ പേരിലാണോ എന്നെ കുറ്റപ്പെടുത്തുന്നത്, അയാൾ ഏതൊരു പെണ്ണും വീണുപോകുന്ന അപൂർവ സൗന്ദര്യത്തിനുടമയാണ്, കണ്ടാൽ നിങ്ങളും മതിമറന്നു പോകും എന്ന് അവരെ ബോധ്യപ്പെടുത്താമെന്നവൾ കരുതി. ഒരു വമ്പൻ സദ്യയൊരുക്കി ആ സദ്യയിലേക്ക് യൂസുഫിനെ വരുത്തി. അഭൗമ സൗന്ദര്യത്തിനുടമയായ യൂസുഫിനെ കണ്ട മാത്രയിൽ സ്ത്രീകൾ സ്വയം മറന്നു. അവരുടെ കണ്ണഞ്ചിപ്പോയി, ഇത് മനുഷ്യനല്ല, ആകാശത്തിൽ നിന്നിറങ്ങി വന്ന മലക്കാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു. കൈകളിലുണ്ടായിരുന്ന കത്തി കൊണ്ട് വിരൽ മുറിച്ചത് പോലും അവർ അറിഞ്ഞില്ല. ആയത്ത് 32, പേജ് 830. അവൾ പറഞ്ഞു, എന്നെ നിങ്ങൾ ഏതൊരുവന്റെ കാര്യത്തിൽ കുറ്റപ്പെടുത്തിയോ അവനാണിത്. അവന്റെ ഇഷ്ടത്തിനെതിരായി അവനെ പാട്ടിലാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ സന്മാർഗനിഷ്ഠ പുലർത്തി. ഞാൻ അവനോട് കൽപ്പിക്കുന്നത് അവൻ ചെയ്യാതിരിക്കുന്ന പക്ഷം ലയുസ്ജനന്ന, നിശ്ചയമായും അവൻ ജയിലിൽ അടക്കപ്പെടുക തന്നെ ചെയ്യും. വലയകൂനം മിനസ്സഗിരീൻ, തീർച്ചയായും അവൻ നിന്ദ്യരിൽപ്പെട്ടവനായിത്തീരുന്നതുമാണ്. ഇത്രയും അനുപമമായ അഴകിൻ്റെ മൂർത്തിമദ്ഭാവമാണ് ഈ യുവാവ്. കണ്ട മാത്രയിൽ നിങ്ങൾ കൈകളിൽ മുറിവരുത്തിയില്ലേ? ഈ യുവാവിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയത്. ഞാൻ അവനിൽ ആകൃഷ്ടനായി എന്നത് സത്യം തന്നെ, പക്ഷേ അവനെൻ്റെ ഇംഗിതത്തിന് വഴങ്ങിയിട്ടില്ല. അവനെ ഞാൻ ശിക്ഷിക്കും എന്നിങ്ങനെ അവൾ തൻ്റെ തെറ്റിനെ ന്യായീകരിച്ചു. അവൾ ചെയ്ത അപരാധത്തെപ്പറ്റി അല്പം അഭിമാനത്തോടെയാണ് അവൾ സംസാരിക്കുന്നത്. അതും വരേണ്യവർഗത്തിൻ്റെ സ്വഭാവമാകാം. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 541, പേജ് നമ്പർ 831, സൂറത്ത് യൂസുഫ് ആയത്ത് 33. ഖാല റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി, അദ്ദേഹം പറഞ്ഞു, എൻ്റെ രക്ഷിതാവേ, അവർ ഏതൊന്നിലേക്ക് എന്നെ വിളിക്കുന്നുവോ അതിനേക്കാൾ ജയിലാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. മറ്റു സ്ത്രീകളിലും യൂസുഫിനെ മോഹിച്ചു എന്ന സൂചനയാണിവിടെ കാണുന്നത്. അവർ വിളിക്കുന്നു എന്നിവിടെ പറഞ്ഞത് അതാണ് സൂചിപ്പിക്കുന്നത്. അവരുടെ കുതന്ത്രം എന്നിൽ നിന്ന് നീ തിരിച്ചു കളയാതിരിക്കുന്ന പക്ഷം അസ്ബു ഇലൈഹിന്ന, ഞാൻ അവർക്ക് വഴങ്ങിപ്പോയേക്കും. വകും മിനൽ ജാഹിലീൻ, ഞാൻ അവിവേകികളിൽ പെട്ടുപോകുന്നതുമാണ്. അസീസിൻ്റെ ഭാര്യയെയാണ് അദ്ദേഹത്തിൽ ഭ്രമിച്ചിരുന്നത്. ഈ സദ്യയോടുകൂടി സമ്പന്ന ഗൃഹങ്ങളിലെ സ്ത്രീകളും അദ്ദേഹത്തിൽ ഭ്രമിച്ചത് കണ്ട് അദ്ദേഹം വ്യാകുല ചിത്തനായി. ഇതിലും നല്ലത് കാരാഗൃഹം തന്നെ. ആയത്ത് 34. ഫസ്തജാബ ലഹു റബ്ബുഹു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ റബ്ബ് അദ്ദേഹത്തിന് ഉത്തരം നൽകി, അതായത് അല്ലാഹു. ഫസ്വറഫ അൻഹു കൈദഹുന്ന, അദ്ദേഹത്തിൽ നിന്ന് അവരുടെ കുതന്ത്രം അല്ലാഹു തിരിച്ചുവിടുകയും ചെയ്തു. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, നിശ്ചയമായും അവൻ സൂക്ഷ്മമായി കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. ആയത്ത് 35. ثم بدا لهم من بعد ما رأوا الآيات, പിന്നീട് ദൃഷ്ടാന്തങ്ങൾ കണ്ടതിന് ശേഷം അവർക്ക് ബോധ്യപ്പെട്ടു. ലയസ്ജുനുന്നഹു ഹത്താ ഹീൻ, ഒരു കാലം വരെ അദ്ദേഹത്തെ ജയിലിലടക്കുക തന്നെ വേണമെന്ന്. കുറ്റക്കാരനല്ല യൂസുഫ് എന്നവർ മനസ്സിലാക്കി. എങ്കിലും പ്രശ്നങ്ങൾ ഇനി വല്ലതും ഉണ്ടാകാതിരിക്കാൻ നല്ലത് യൂസുഫിനെ ജയിലിലടക്കുകയാണ്
ഭരണവർഗമാണല്ലോ അവർ. അതിനെതിരെ ആരും ശബ്ദിക്കുകയുമില്ല. തടവിലിടുമെന്ന് സുലൈഖ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അവളുടെ സ്വാധീനം ചെറുതായിരിക്കില്ല. അവൾക്കെതിരിൽ സത്യത്തിന് വേണ്ടി ധീരമായൊരു നടപടിയെടുക്കാൻ ഭർത്താവിന് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതിനു മാത്രം തൻ്റെ ഇടമുള്ളയാളാണ് അസീസ് എന്ന് കരുതാനാവില്ല. കുറ്റക്കാരൻ യൂസുഫാണെന്ന് വരുത്തി തീർക്കാനും രംഗം ശാന്തമാവാനും ജയിലടക്കൽ സഹായിച്ചേക്കും. അങ്ങനെ യൂസുഫ് ജയിലിലെത്തി. ആയത്ത് 36. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ജയിലിൽ 2 യുവാക്കൾ പ്രവേശിക്കുകയും ചെയ്തു. രാജാവിൻ്റെ സേവകരായിരുന്നു 2 പേരും. ഒരാൾ രാജാവിന് കുടിക്കാൻ കൊണ്ടുകൊടുക്കുന്നവനും അപരൻ റൊട്ടി കൊടുക്കുന്നവനും. എന്തോ കുറ്റം ചെയ്ത് ഇരുവരും ജയിലായതാണ്. പേജ് 832. قال أحدهما إني أراني أعصر خمرا. ഞാൻ കള്ള് പിഴിയുന്നത് സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് അവരിൽ ഒരാൾ പറഞ്ഞു. മുന്തിരിക്കുല പിഴിഞ്ഞിട്ടാണ് കള്ളുണ്ടാക്കുന്നത്. അതാണ് അയാൾ കണ്ടത്. وقال الآخر إني أراني أحمل فوق رأسي خبزة تأكل الطير منه. മറ്റവൻ പറഞ്ഞു, ഞാൻ എൻ്റെ തലയിൽ റൊട്ടി ചുമക്കുന്നതായും അതിൽ നിന്ന് പക്ഷികൾ തിന്നുന്നതായും സ്വപ്നം കണ്ടിരിക്കുന്നു. ഇതിൻ്റെ വ്യാഖ്യാനം ഞങ്ങൾക്ക് താങ്കൾ പറഞ്ഞു തരിക. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. താങ്കൾ സദ്വൃത്തരിൽപ്പെട്ടവനാണെന്ന് തീർച്ചയായും ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആയത്ത് 37. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇരുവർക്കും നൽകപ്പെടുന്ന ഭക്ഷണം നിങ്ങൾക്ക് എത്തുകയില്ല. ഇല്ലാ നബ്ബഅ്തുകുമാ ബിതഅ്വീലിഹി ഖബ്ല അൻ യഅതിയകുമാ. അത് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് മുമ്പ് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടല്ലാതെ. ദാലികുമാ മിമ്മാ അല്ലമനി റബ്ബി. അത് എൻ്റെ റബ്ബ് എന്നെ പഠിപ്പിച്ചതിൽ പെട്ടതാകുന്നു. ഇന്നി തറക്തു മില്ലത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹ്. അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ഒരു ജനതയുടെ മതത്തെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. അവർ പരലോകത്തെ നിഷേധിക്കുന്നവരുമാകുന്നു. നോക്കുക, യൂസുഫ് നബി അലൈഹിസ്സലാം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രവാചകന്മാർ സത്യവിശ്വാസത്തെ എല്ലാറ്റിനേക്കാളും മുന്തിച്ചിരിക്കുന്നു. തൻ്റെ കൂടെയുള്ള തടവുള്ളികൾക്ക് സ്വപ്നവ്യാഖ്യാനം പറഞ്ഞു കൊടുക്കും മുമ്പ് അടിസ്ഥാന വിഷയം സംസാരിക്കുന്നു. ആയത്ത് 38. واتبعت ملة آبائي إبراهيم وإسحاق ويعقوب. എൻ്റെ പിതാക്കൾ ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ് എന്നിവരുടെ മാർഗത്തെ ഞാൻ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈ. അള്ളാഹുവിനോട് മറ്റേതെങ്കിലും വസ്തുവിനെ പങ്കുചേർക്കാൻ ഞങ്ങൾക്കൊരിക്കലും പാടുള്ളതല്ല. ذلك من فضل الله علينا وعلى الناس. ഞങ്ങൾക്കും ജനങ്ങൾക്കും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും മറ്റൊന്നിനെയും ആരാധിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഞങ്ങളെത്തിയത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടാണ്. വലാകിന്ന അക്സറ അന്നാസി ലാ യഷ്കുറൂൻ. എന്നാൽ അധിക ജനങ്ങളും നന്ദി കാണിക്കുന്നില്ല. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 542. സൂറത്തു യൂസുഫ് ആയത്ത് 39, പേജ് നമ്പർ 833. യാ സ്വാഹിബൈ സിജ്നി അർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹ്ഹാർ. ജയിലിലെ എൻ്റെ 2 കൂട്ടുകാരെ, വ്യത്യസ്ത ദൈവങ്ങളോ നല്ലത്, അഥവാ അടക്കി വാഴുന്നവനായ ഏകനായ അള്ളാഹുവോ നല്ലത്. ജയിൽ ജീവിതത്തിനിടയിൽ കിട്ടിയ നല്ല ഒരു സന്ദർഭം യൂസുഫ് അലൈഹിസ്സലാം ഉപയോഗപ്പെടുത്തുന്നത് ഏതൊരു പ്രബോധകനും മാതൃകയാണ്. ഒരാവശ്യവുമായി വന്നയാളുടെ കാര്യം നിർവഹിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അത് പരിഹരിക്കാമെന്ന പ്രതീക്ഷ നൽകി തൗഹീദ് പ്രബോധനം ചെയ്യുന്നു. ഏറ്റവും ആകർഷകവും ഹൃദ്യവുമായ ശൈലിയിൽ അതിന് ശേഷമാണ് അവരുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നത്. ആയത്ത് 40. മാ തഅബുദൂന മിൻ ദൂനിഹി ഇല്ലാ അസ്മാഅൻ സമ്മൈതുമുഹാ അൻതും വആബാഉകും. നിങ്ങളും നിങ്ങളുടെ പിതാക്കളും ആത്മാർത്ഥമായി പേര് നൽകിയ അയഥാർത്ഥമായി പേര് നൽകിയ ചില വസ്തുക്കളെയല്ലാതെ അവന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നില്ല. ആ വസ്തുക്കൾ ഒരു നിലയിലും ആരാധനയ്ക്ക് അവകാശിയല്ല. നിങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ്.
അങ്ങനെ നിങ്ങൾ അവയെ ആരാധിച്ചു, അത്രമാത്രമേ ഉള്ളൂ. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അത് സംബന്ധിച്ച് അള്ളാഹു യാതൊരു രേഖയും അവതരിപ്പിച്ചിട്ടില്ല. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, ആ വിധി കൽപ്പിക്കാനുള്ള അധികാരം അള്ളാഹുവിനല്ലാതെ ആർക്കുമില്ല. അമറ അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹ്, അവനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ചൊവ്വായ മതം. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ അധിക ജനങ്ങളും അറിയുന്നില്ല. ചുരുക്കസാരം, ജനങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങളൊന്നും യഥാർത്ഥത്തിൽ ദൈവങ്ങളല്ല. ദൈവങ്ങൾ എന്ന് ജനം വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ്. യാതൊരു ന്യായവും അതിന് പറയാൻ കഴിയുകയില്ല. ഒട്ടും യുക്തിയുമില്ല, തെളിവുമില്ല. അള്ളാഹു അതിനനുകൂലമായി യാതൊരു രേഖയും അവതരിപ്പിച്ചിട്ടില്ല. അങ്ങനെയുള്ള കള്ള ദൈവങ്ങളെയാണ് ജനം ആരാധിക്കുന്നത്. അക്കാര്യം തീരുമാനിക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രം. അള്ളാഹുവിനെ അല്ലാതെ ആരെയും ആരാധിക്കരുതെന്ന് തീരുമാനിച്ചിരിക്കുന്നു. അതിൽ യാതൊരു മാറ്റവുമില്ല. ഇവിടെ രണ്ട് കാര്യം ഉണർത്തേണ്ടതുണ്ട്. ഒന്ന്, മാ തഅ്ബുദൂന എന്നതിന് നിങ്ങൾ ആരാധിക്കുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. മാ നഫീൻ്റേതാണ്. ഇതല്ലാതെ ഇവിടെ ഒരു നിലയിലും ഒക്കുകയില്ല. എന്നാൽ ഇവിടെ CN അഹമ്മദ് മൗലവി മൗസൂലയായിട്ട് അർത്ഥം പറഞ്ഞു, നിങ്ങൾ ആരാധിക്കുന്നവ എന്ന്. അത് തെറ്റാണ്. നമ്മുടെ ചില ആളുകളും CN പോലെ ഈ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും ഇവിടെ യോജിക്കുകയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇല്ല അസ്മാ എന്നിടത്ത് ഒരിക്കലും നസ്ബ് വരികയില്ല. ഇതിനെപ്പറ്റി കൂടുതൽ വിസ്തരിക്കുന്നില്ല. പേജ് 834. അറബി ഭാഷയും വ്യാകരണ നിയമങ്ങളും അല്പം അറിയുന്നവർക്കിത് വേഗം മനസ്സിലാകും. രണ്ടാമത്തെ വിഷയം, CN മൗലവി ഈ ആയത്തിലെ ഇബാദത്തിന് നിയമനിർദ്ദേശങ്ങൾക്ക് വഴിപ്പെടുക എന്നർത്ഥം കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. ആരാധിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്നതിന് ആ വിധി കൽപ്പിക്കുവാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണെന്ന് നമ്മൾ അർത്ഥം പറഞ്ഞത് വളരെ കരുതലോടുകൂടിയാണ്. ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കുന്ന വിധിയാണ് ഉദ്ദേശം, പൊതുവായ വ്യാപകമായ വിധിയല്ല. അൽ ഹുക്മു എന്നാൽ പ്രത്യേക വിധി എന്ന് തന്നെയാണ് അർത്ഥം. ആരാധനയുടെ കാര്യത്തിലുള്ള വിധി എന്നർത്ഥം. ഖവാരിജുകളുടെ ചുവട് പിടിച്ച് ആധുനിക കാലത്തും ചിലർ ഇവിടെ ദുർവ്യാഖ്യാനം നടത്തിയിട്ടുണ്ട്. ഇനി ആയത്ത് 41, പേജ് 834. യാ സ്വാഹിബൈസ് സിജ്നി അമ്മാ അഹദുകുമാ ഫയസ്ഖി റബ്ബഹു ഖംറ, ജയിലിലെ എൻ്റെ രണ്ട് കൂട്ടുകാരെ, നിങ്ങളിൽ ഒരുവൻ തൻ്റെ യജമാനനെ കള്ളു കുടിപ്പിക്കും. ഇവർ രണ്ടുപേരും കൊട്ടാരത്തിലെ പരിചാരകരായിരുന്നു. അവരുടെ പേരിൽ കുറ്റാരോപണമുണ്ടായി. ജയിൽ ശിക്ഷ വിധിക്കപ്പെട്ടതാണ്. ജയിലിൽ വെച്ചാണ് ഈ സ്വപ്നം കാണുന്നത്. മുന്തിരിക്കുല പിഴിയുന്നത് സ്വപ്നം കണ്ടവൻ കുറ്റവിമുക്തനാവുകയും പഴയ ജോലിയിലേക്ക് തിരിച്ചെടുക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ അവൻ രാജാവിന് വീഞ്ഞുണ്ടാക്കി കുടിക്കാൻ കൊടുക്കും. മറ്റവനാകട്ടെ അവൻ കഴിവിൽ നാട്ടപ്പെടുന്നതും അവൻ്റെ തലയിൽ നിന്ന് പക്ഷികൾ തിന്നുന്നതുമാകുന്നു. ഖുദിയൽ അംറുല്ലദീ ഫീഹി തസ്തഫ്തിയാൻ, നിങ്ങൾ ഇരുവരും വിധി ആരായുന്ന കാര്യം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. അവർ രണ്ടാളും പലതും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതലൊന്നും ചോദിക്കേണ്ട, കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതാണെന്നും അത് അള്ളാഹു വ്യക്തമായ പ്രമാണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇവിടെ മനസ്സിലാകുന്നു. ആയത്ത് 42. വഖാല ലില്ലദീ ظن അന്നഹു നാജിം മിൻഹുമാ, അവർ രണ്ടാളിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് അദ്ദേഹം വിചാരിച്ച ആളോട് പറഞ്ഞു, ഉദ്കുർനി ഇൻദ റബ്ബിക, നിന്റെ യജമാനന്റെ അടുക്കൽ എന്നെ പറ്റി പറയുക. ഫഅൻസഹു ശൈത്വാനു ദിക്റ റബ്ബിഹി, അങ്ങനെ അവൻ്റെ യജമാനനോട് പറയുന്നതിനെ പിശാച് അവനെ മറപ്പിച്ചു. ഫലബിസ ഫിസ്സിജ്നി ബിദ്അ സിനീൻ, അങ്ങനെ ജയിലിൽ കുറച്ചു കൊല്ലങ്ങൾ അദ്ദേഹം കഴിച്ചു കൂട്ടി. ആര്? അതായത് യൂസുഫ് അലൈഹിസ്സലാം. 3 മുതൽ 9 വരെയുള്ള ഏത് സംഖ്യക്കും ബിദ്അ എന്ന് പറയാം. എങ്കിലും 7നെ പറ്റിയാണ് അധികവും പറയാറുള്ളത്. എന്നാൽ യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിൽ താമസിച്ച കാലം എത്രയെന്ന് ഉറപ്പായി അറിയപ്പെട്ടിട്ടില്ല. പേജ് 835. وقال الملك إني أرى 7 بقرات سمان يأكلهن 7 عجاف. രാജാവ് പറഞ്ഞു,
7 തടിച്ച പശുക്കളെ 7 മെലിഞ്ഞ പശുക്കൾ തിന്നുന്നതായി ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു. 7 പച്ചക്കതിരുകളും വേറെ 7 ഉണങ്ങിയ കതിരുകളും. യാ അയ്യുഹൽ മലഉ അഫ്തൂനി ഫി റുയായ ഇൻ കുൻതും ലിർറുയാ തഅബുറൂൻ. സഭക്കാരെ, നിങ്ങൾ സ്വപ്നത്തിൻ്റെ സാരം പറയുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്വപ്നത്തിന് എനിക്ക് വിശദീകരണം തരുവീൻ. ആയത്ത് 44. ഖാലു അദ്ആഫു അഹ്ലാം. അവർ പറഞ്ഞു പലതരം പാഴ്ക്കിനാവുകൾ. വമാ നഹ്നു ബിതഅ്വീലിൽ അഹ്ലാമി ബിആലിമീൻ. പാഴ്ക്കിനാവുകളുടെ വ്യാഖ്യാനം സംബന്ധിച്ച് ഞങ്ങൾ യാതൊരു വിവരവുമുള്ളവരല്ല. ഈ സ്വപ്നത്തിൻ്റെ വിവരം കേട്ടാൽ പെട്ടെന്ന് ഇങ്ങനെ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അള്ളാഹു ഇത് വേറെ ആൾക്ക് നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണല്ലോ. ആയത്ത് 45. വഖാല അല്ലദീന ജാ മിൻഹുമാ വദ്ദകറ ബഅദ ഉമ്മത്തിൻ. ആ 2 ജയിൽ പുള്ളികളിലെ രക്ഷപ്പെട്ടയാൾ കുറേ കാലശേഷം യൂസുഫിനെ ഓർമ്മിച്ചുകൊണ്ട് പറഞ്ഞു, ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് വിവരമറിയിച്ചു തരാം, നിങ്ങൾ എന്നെ പറഞ്ഞയക്കുക. ജയിലിൽ വെച്ച് പരിചയപ്പെട്ട യൂസുഫിനെ പറ്റി അയാൾ ഓർമ്മിച്ചു. യൂസുഫ് അദ്ദേഹത്തെ ഏൽപ്പിച്ച കാര്യവും ഓർമ്മയിൽ വന്നു. അങ്ങനെ സമ്മതം വാങ്ങി പുറത്തുപോയി ജയിലിൽ ചെന്ന് യൂസുഫിനെ കണ്ടു. ആയത്ത് 46. യൂസുഫ് അയ്യുഹ സിദ്ദീഖ്, സത്യസന്ധനായ യൂസുഫേ, അഫ്തിനാ ഫി സബ്ഇ ബഖറാത്തിൻ സിമാനി യഅകുലുഹുന്ന സബ്ഉൻ ഇജാഫുൻ വസബ്ഇ സുംബുലാത്തിൻ ഖുദരിൻ വഉഖറ യാബിസാത്തിൻ. 7 തടിച്ച പശുക്കളെ 7 മെലിഞ്ഞ പശുക്കൾ തിന്നുന്നു, 7 പച്ചക്കതിരുകൾ 7 ഉണങ്ങിയ കതിരുകൾ, ഇവയെപ്പറ്റി ഞങ്ങൾക്ക് നിങ്ങൾ വിധി പറഞ്ഞു തരിക. ലഅല്ലി അർജിഉ ഇലന്നാസി ലഅല്ലഹും യഅലമൂൻ. അവർ കാര്യമറിയുന്നതിന് വേണ്ടി ജനങ്ങളുടെ അടുക്കലേക്ക് എനിക്ക് മടങ്ങാമല്ലോ. ആയത്ത് 47. ഖാല തസ്റഊന സബ്അ സിനീന ദഅബ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 7 കൊല്ലം നിരന്തരമായി കൃഷി ചെയ്യും. പേജ് 836. ഫമാ ഹസത്തും ഫദറുഹു ഫി സുംബുലി. അങ്ങനെ നിങ്ങൾ കൊയ്തെടുക്കുന്നത് അതിൻ്റെ കതിരിൽ തന്നെ നിങ്ങൾ വിട്ടേക്കുക. ഇല്ല ഖലീലം മിമ്മാ തഅകുലൂൻ. നിങ്ങൾക്ക് ഭക്ഷിക്കുവാനായുള്ള കുറഞ്ഞതൊഴികെ തൽക്കാലം ഭക്ഷണത്തിന് വേണ്ടിയുള്ളത് മാത്രം മെതിക്കുക, ബാക്കിയുള്ളത് കതിരിൽ തന്നെ സൂക്ഷിച്ചു വെക്കുക. ആയത്ത് 48. പിന്നെ അതിനുശേഷം കഠിനങ്ങളായ 7 കൊല്ലങ്ങൾ വരും. ആ കൊല്ലങ്ങൾക്കായി നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ധാന്യം അവ തിന്നു തീർക്കും. ഇല്ല ഖലീലം മിമ്മാ തുഹ്സിനൂൻ. നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന കുറച്ചൊഴികെ. വിത്തിന് വേണ്ടി സൂക്ഷിച്ചു വെക്കുന്നതല്ലാതെ ഒന്നും ബാക്കിയാവുകയില്ല. ആയത്ത് 49. ثم يأتي من بعد ذلك عام فيه يغاث الناس وفيه يعصرون. പിന്നെ അതിനുശേഷം ഒരു കൊല്ലം വരും. ആ കൊല്ലത്തിൽ ജനങ്ങൾക്ക് മഴ ലഭിക്കും, അവർ അന്ന് പിഴിഞ്ഞെടുക്കുകയും ചെയ്യും. നല്ലവണ്ണം മഴ കിട്ടി വളരെ നന്നായി കൃഷി ചെയ്ത് കൃഷിയിൽ നല്ല വിളവ് ഉണ്ടായി സുഭിക്ഷത വ്യാപിക്കും. ഫലങ്ങളും പഴങ്ങളും ധാരാളം ഉണ്ടാകും. പഴച്ചാറുകൾ പിഴിഞ്ഞെടുക്കും. നൈൽ നദിയിൽ നിന്നാണ് ഈജിപ്തിൽ വെള്ളത്തിൻ്റെ ആവശ്യം നിറവേറ്റുന്നതെങ്കിലും മഴയില്ലാതെ നദിയിൽ വെള്ളം ഉണ്ടാകുകയില്ലല്ലോ. ഇത് സ്വപ്ന ദർശനത്തെക്കാളുപരി വലിയൊരു സന്തോഷ വാർത്തയാണ്.